Hey guys, welcome back to my channel with another quick video. So guys, ഇന്നത്തെ വീഡിയോ ഹോണ്ട ഷൈൻ SP BS4 വണ്ടിയെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യമഹ FCയിൽ മിസ്സിങ് ഇഷ്യൂ. അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുമ്പം ഐഡിലിംഗ് സ്റ്റാർട്ടായി നിൽക്കത്തില്ല. കാരണം നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് അല്ലെങ്കിൽ ചോക്ക് പിടിച്ചാലേ സ്റ്റാർട്ടായി വണ്ടി നിൽക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വണ്ടിയുടെ കാർബറേറ്ററിലെ ചോക്ക് കേബിളിൻ്റെ പിസ്റ്റൺ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ അതിലെങ്ങനെയാണ് FCയുടെ ചോക്ക് കേബിൾ മാറുന്നത്, അതിൻ്റെ പിസ്റ്റൺ ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ ഇടാം. പക്ഷേ ഈ ഷൈൻ SP BS4 മോഡലാണ്. അധികം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല. ഏകദേശം 3100 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് സെക്കൻഡ് സർവീസ് സെൻറ്ററിൽ കഴിഞ്ഞ വണ്ടിയാണ്. പക്ഷേ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നുകൊണ്ട് പുള്ളി ഇപ്പം ഒരു 5-6 മാസം യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വണ്ടി നല്ല രീതിയിൽ മിസ്സിങ് ഉണ്ടായിരുന്നു. അതായത് ഐഡിലിംഗ് നിൽക്കത്തില്ല, സെൽഫ് സ്റ്റാർട്ട് അടിച്ചാൽ സ്റ്റാർട്ടാവത്തില്ല, കിക്ക് സ്റ്റാർട്ട് അടിച്ചാലും സ്റ്റാർട്ടാവത്തില്ല. പുള്ളി ത്രോട്ടിൽ ബോഡി, അതായത് നമ്മുടെ സ്ലോ സ്പീഡ് കൂട്ടി നോക്കി, എന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ പുള്ളി ഇങ്ങ് കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ കണ്ടതാണ് നമ്മുടെ ചോക്ക് പിസ്റ്റൺ കംപ്ലീറ്റ് തുരുമ്പെടുത്ത് സ്റ്റക്കായിട്ടിരിക്കുമായിരുന്നു ഓപ്പണായിട്ട്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ചോക്ക് പിസ്റ്റൻ്റെ ആ ഒരു ഏരിയ കാർബറേറ്ററിൽ അത് കംപ്ലീറ്റ് തുരുമ്പടിച്ച് സ്റ്റക്കായിട്ടിരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡയഫ്രം വരുന്ന കാർബറേറ്റർ, അതായത് യൂണിക്കോൺ, സുസുക്കി ജിക്സർ 150, 250, പിന്നെ യമഹയുടെ FC, ഇങ്ങനെയുള്ള വണ്ടികളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചോക്ക് കേബിൾ ഇളക്കി ഒന്ന് എൻ്റെ പിസ്റ്റൺ ക്ലീൻ ചെയ്തിടണം. ഞാൻ അതെങ്ങനെയാണെന്ന് ക്ലിയറായിട്ട് ഞാൻ FC ചോക്ക് കേബിൾ മാറുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിലിടാം. ആ സെയിം പ്രോസസ്സ് തന്നെ ആണ് ഈ കാർബറേറ്ററിലും. കാരണം ആ സെയിം കാർബറേറ്ററാണ്. ഇപ്പോൾ ഹോണ്ട ഷൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൺജസ്റ്റഡാണ് ഈ ഏരിയ. നമുക്ക് വർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഈ കാർബറേറ്റർ ഇളക്കാതെ തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ചോക്ക് കേബിൾ ഊരിങ്ങ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കണ്ടായിരുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് അൺസ്ക്രൂ ചെയ്ത് വലിച്ച്, അതായത് ഇവിടെ സ്റ്റക്കായിരുന്നു ഈ ചോക്ക് പിസ്റ്റൺ, ഞാൻ വലിച്ചെടുക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ഇഷ്യൂ യൂണിക്കോൺ, SP, ഷൈൻ ഇങ്ങനെയുള്ള മോഡൽസിൽ ഈ മിസ്സിങ്ങിൻ്റെ ഇഷ്യൂ വരുവാണെങ്കിൽ ദയവേത് നിങ്ങൾ കാർബറേറ്ററിലെ ചോക്ക് പിസ്റ്റൺ ഇളക്കി ക്ലീൻ ചെയ്തിടേണ്ടതാണ് കേട്ടോ. അപ്പം തീർച്ചയായും ശ്രദ്ധിക്കുക. ഇതൊരു കോമൺ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നത്. ചോക്ക് പിസ്റ്റൺ ക്ലീൻ ചെയ്തിടുക. പീരിയോഡിക് സർവീസിൽ എൻജിൻ ഓയിലും ബാക്കി കാര്യങ്ങളെല്ലാം മാറുമ്പം തന്നെ എയർ ഫിൽറ്ററും ക്ലീൻ ചെയ്തിട്ട് ചോക്ക് പിസ്റ്റൺ ഒന്ന് ഇളക്കി ജസ്റ്റ് എന്തെങ്കിലും WD-40 ഗ്രീസോ വെച്ചിട്ട് ലൂബ് ചെയ്ത് ഇടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇഷ്യൂ വരത്തില്ല. ഇത് ഇങ്ങനെ അതായത് ഡയഫ്രം വരുന്ന കാർബറേറ്ററിൽ ഒരു കോമൺ ഇഷ്യൂ ആണ് ചോക്ക് പിസ്റ്റൺ സ്റ്റക്കാവുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മിസ്സിങ് ഇഷ്യൂ വരത്തില്ല, ഈ പറഞ്ഞ പോലെ ഡയഫ്രം ഉള്ള കാർബറേറ്ററിൽ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ കണ്ടന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഗൈസ്. സോ സീ യു ഗൈസ് ഇൻ സം അതർ വീഡിയോ. ചാവ്, ബൈ ബൈ. അപ്പോൾ ഇത് എങ്ങനെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ കാണണമെങ്കിൽ ഞാനിവിടെ ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും. അത് കയറി ചെക്ക് ചെയ്ത് കണ്ടു നോക്കുക. അപ്പോൾ see you guys in some other video. Bye. Thanks for watching guys. Please do subscribe to my channel.